എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLCയുടെ പേപ്പർ വാല്യുവേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. അതായത് ഏപ്രിൽ 16-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 3 സെഷനുകളായിട്ടാണ് അതായത് 3 ഫേസുകളായിട്ടാണ് ഈ ഒരു SSLCയുടെ പേപ്പർ വാല്യുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഏകദേശം ഒരു മെയ് 2-ാം തീയതി വരെയാണ്, അതായത് ഏപ്രിൽ 16 മുതൽ മെയ് 2-ാം തീയതി വരെ 3 സെഷനായിട്ടാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു SSLCയുടെ പേപ്പർ വാല്യുവേഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു മെയ് 2nd വീക്കോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. മെയ് 2nd വീക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മെയ് 10, 11 അല്ലെങ്കിൽ മെയ് 15 ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു SSLCയുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആൻസർ കീ വെച്ചിട്ടാണ് നിങ്ങളുടെ, അതായത് ഒഫീഷ്യലായിട്ട് ആൻസർ കീ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിലവിൽ ഇതുവരെ ആ ഒരു ആൻസർ കീ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ആൻസർ കീ പ്രകാരം നിങ്ങളുടെ ആ ഒരു ഉത്തര പേപ്പർ കൃത്യമായിട്ട് വാല്യുവേഷൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ആൻസർ കീയിൽ പറയുന്ന പ്രകാരം ഇന്ന പോയിൻറ്റ്സിന്, അതായത് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഇന്ന പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത്ര മാർക്ക് നൽകണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ആൻസർ കീയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു ആൻസർ ഷീറ്റിൽ വാല്യുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് സാധാരണത്തിൽ ലിബറലായിട്ടാണ് വാല്യുവേഷൻ ചെയ്യാറുള്ളത്. അതായത് നോർമലായിട്ട് ആണ് വാല്യുവേഷൻ ചെയ്യാറുള്ളത്. അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും വാല്യുവേഷൻ ചെയ്യാറില്ല. കാരണം SSLC ആണ്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ര സ്ട്രിക്റ്റ് ഒന്നും ആക്കാറില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സാധാരണത്തിൽ നിങ്ങളുടെ ആ ഒരു ആൻസേഴ്സിൽ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാർക്ക് കുറയുമോ എന്നുള്ള കാര്യം ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ സാധാരണത്തിൽ എല്ലാവരും ജയിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ തോക്കുമെന്നൊക്കെ വിചാരിക്കും. എന്നിരുന്നാലും നിങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു C+ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടൊക്കെ ഗ്രേഡ് ലഭിക്കാം. കാരണം പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം തോൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥികൾക്ക് A അല്ലെങ്കിൽ A+ ഗ്രേഡൊക്കെ ആണ് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തോക്കും എന്ന് ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഞാൻ പരീക്ഷയ്ക്കൊന്നും എഴുതിയിട്ടില്ല, എനിക്ക് 8 മാർക്കൊക്കെ കിട്ടത്തുള്ളൂ, ഞാൻ ജയിക്കുമോ എന്നുള്ളത്. എന്നാൽ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ ജയിക്കുന്നതിനായിട്ട് ആകെ അത്ര മാർക്കേ വേണ്ടൂ. അതായത് 40 മാർക്ക് പരീക്ഷയിൽ, 10 മാർക്ക് CE ഉൾപ്പെടെ 50-ലാണ് മാർക്ക്. അപ്പോൾ ടോട്ടലായിട്ട് 50-ൽ നിങ്ങൾക്കൊരു 15 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. അതിൽ 10 മാർക്ക് സാധാരണ എല്ലാവർക്കും 10-ന് CE കൊടുക്കാറുണ്ട്. അപ്പോൾ 40-ൽ നിങ്ങൾക്കൊരു 5 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടി നിങ്ങൾ ജയിക്കുന്നതാണ്. ഇനിയിപ്പോൾ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കാണ് CE. അങ്ങനെ ടോട്ടൽ 100-ലാണ് മാർക്ക്. 100-ൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 30 മാർക്കാണ് വേണ്ടത്. 30 മാർക്ക് എന്ന് വെച്ചാൽ D+ ഗ്രേഡാണ്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 40 മാർക്ക് സബ്ജക്റ്റിൽ CE 10 ഉൾപ്പെടെ 50-ൽ 15 എന്ന് പറയുമ്പോൾ അത് D+ ഗ്രേഡാണ്. അപ്പോൾ ഈ രീതിയിൽ 20-ൽ നിങ്ങൾക്ക് സാധാരണത്തിൽ എല്ലാവർക്കും 20-ൽ 20 തന്നെ കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 17 മാർക്കൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 13 മാർക്ക് പരീക്ഷ കിട്ടുകയാണെങ്കിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റുകളായിട്ടുള്ള ഗണിതശാസ്ത്രം, ഇംഗ്ലീഷ്, അതുപോലത്തെ സോഷ്യൽ സയൻസ് എന്നിങ്ങനെയുള്ള 3 സബ്ജക്റ്റുകളിൽ ഒരു 13 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു SSLCയുടെ പേപ്പർ വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കീ പരിശോധിച്ച്, അതായത് നിങ്ങളുടെ അതായത് ഈ ഒരു ആൻസർ ഷീറ്റിൽ ഈ ഒരു ആൻസർ കീയിലുള്ള പോയിൻറ്റ്സ് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് തരിക. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഒരു 5-6 പേജ് ആൻസർ എഴുതി, അതായത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം 5-6 പേജ് എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയും എഴുതിയിട്ടുണ്ട് എങ്കിൽ കൂടി അതിൽ ഈ ഒരു ആൻസർ കീയിലുള്ള പോയിൻറ്റ്സ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് മാർക്ക് കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു ആൻസർ കീ, അതായത് വാല്യുവേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മീറ്റിംഗ് നടക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ന കാര്യത്തിനൊക്കെ മാർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ധാരണ ഒക്കെ ആക്കിയിട്ടാണ് ഈ ഒരു വാല്യുവേഷൻ നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ചെറിയ ഒരു വ്യത്യാസത്തിനൊന്നും മാർക്ക് കുറക്കത്തില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, ഉത്തരം എഴുതിയത്, അതായത് ഫൈനൽ, ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ ഫൈനൽ ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേഷൻ ചെയ്ത സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ അങ്ങനെയെങ്കിൽ മാർക്ക് തരുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ശരിയായതുകൊണ്ട് തന്നെ അതിനൊരു നിശ്ചിത മാർക്ക് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇട്ട് കഴിഞ്ഞാൽ മാർക്ക് തരുമോ എന്നുള്ളത്. അതായത് ആൻസർ എഴുതിയിട്ടില്ല, എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. സാധാരണയിൽ അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം എഴുതുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ മാർക്ക് നൽകാറില്ല. കാരണം അതിൽ പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നുമില്ല. കാരണം ജസ്റ്റ് വെറുതെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാധാരണത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു എന്നുള്ളതുകൊണ്ട് മാർക്ക് നൽകാറില്ല. അപ്പോൾ അത് വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകരെ അനുസരിച്ചിരിക്കും. സാധാരണത്തിൽ അങ്ങനെ മാർക്ക് നൽകാറില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും ടെൻഷൻ അടിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾ തോക്കുമെന്നൊക്കെ, അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു 40 മാർക്ക് പരീക്ഷയിൽ എനിക്ക് 3 മാർക്കേ കിട്ടത്തുള്ളൂ, അതുപോലെ തന്നെ മാത്സ് ആണെങ്കിൽ മാത്സിന് എനിക്കൊരു 8 മാർക്കേ കിട്ടത്തുള്ളൂ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ജയിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്കായിരിക്കും റിസൾട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ചില വിദ്യാർത്ഥികൾ തോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പരീക്ഷ വരുമ്പോൾ ഞാൻ തോൽക്കും, എനിക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കേ കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ആ ഒരു കുറച്ച് വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡും, അതായത് തോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റിന് എ ഗ്രേഡും A+ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിസൾട്ട് വരുന്ന മുമ്പ് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ വാല്യുവേഷൻ വളരെ നോർമൽ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് ടീച്ചേഴ്സ് നൽകാനാണ് ശ്രമിക്കുക. കാരണം പിന്നീട് റീവാല്യുവേഷൻ കൊടുത്ത് മാർക്ക് കൂടുകയാണെങ്കിൽ പിന്നീട് വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകർക്ക് ഒരു പ്രശ്നമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാല്യുവേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് എവിടെയൊക്കെ തരാൻ പറ്റുമോ ആ ഒരു രീതിയിൽ മാർക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഏപ്രിൽ 16 മുതൽ ഏകദേശം ഏപ്രിൽ 20 വരെയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ക്യാമ്പ് ഏപ്രിൽ 23 മുതൽ ഏകദേശം ഒരു 28 വരെയും, പിന്നീട് ബാക്കിയുള്ളത് 28 വരെ അല്ല 27 വരെയും, പിന്നീട് 28 മുതൽ മെയ് 2 വരെയും, ആ ഒരു രീതിയിലാണ് ക്യാമ്പ് ആ ഒരു ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ. റിസൾട്ട് വരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വാല്യുവേഷൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ റിസൾട്ട് വരുമ്പോഴേക്കും തോക്കുമെന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കായിരിക്കും എ ഗ്രേഡ് അല്ലെങ്കിൽ A+ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.